ഇതിപ്പോ ഓരോ ദിവസം കൂടുന്നുണ്ട് എങ്കിലും 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഈ വനംവകുപ്പ് ഈ കാര്യം തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൾക്കാർ ഇത് മുഴുവനായി ഇവര് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട്. ഇപ്പൊ ഇന്ന് എല്ലാ ദിവസവും ഞങ്ങൾ തന്നെ 10ഉം 15ഉം കോളുകൾ ദിവസവും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ രാത്രി ഒരു വീട്ടിൽ പോയപ്പോൾ ശരിക്കും ആ വീടിനുള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമാണ് തോന്നുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവരാരും കേൾക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. വീടും പരിസരവും വൃത്തിയാക്കി ഇടുക, ജസ്റ്റ് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കാണാനെങ്കിലും ഉള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ വൃത്തിയാക്കി ഇടുക എന്നുള്ള കാര്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വീടിനുള്ളിലായാൽ പോലും വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് പല വീടുകളിലും റെസ്ക്യൂവിന് ഇപ്പൊ പോകുമ്പോൾ കാണുന്നത്. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് പാമ്പുകളെ കൂടുതലായി കിട്ടുന്നത്. അവര് ഷെൽട്ടറിനായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കേട്ടൊരു വാർത്തയാണ്, ഒരമ്മയെ കടിച്ചപ്പോഴോ ഇതുപോലെ ബൈറ്റ് ഉണ്ടായി. ആ മകളാണെന്ന് തോന്നുന്നു പറയുന്നത്, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി എന്നിട്ടൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ചെയ്യരുതെന്ന് നിരന്തരം അറിയിപ്പ് വനംവകുപ്പ് കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് പ്രഥമ ശുശ്രൂഷ ചെയ്യരുത്. ഇപ്പോ 108 ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ അവർ അടിവനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് നമുക്ക് സ്നേക്ക് ബൈറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായ പ്രഷ്യസ് ആണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക, ഒന്ന് സമാധാനപ്പെടുത്തി എത്രയും വേഗം നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദയവ് ചെയ്ത് കഴുകാനോ കെട്ടാനോ ഒന്നും നിൽക്കരുത്. ഇത് പറഞ്ഞു മടുത്ത കാര്യമാണ്. ഇത് എന്നിട്ടും വീണ്ടും ഇവര് ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് കാണുമ്പോഴാണ് അതിൽ ശരിക്കും സങ്കടം തോന്നുന്നത്. എത്രയും വേഗം ആന്റിവനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കണം. തീർച്ചയായും ഈ കടുത്ത വേനൽ കാലം എന്ന് പറയുന്നത് മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ മുതലായ വിഷപ്പാമ്പുകളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു സുരക്ഷിതമായ താവളങ്ങൾ തേടി പോകുമ്പോൾ ഈ തണുപ്പ് ഉള്ള സ്ഥലങ്ങൾ അങ്ങനെയാണല്ലോ ഈ പാമ്പുകൾ ഇവിടെയെല്ലാം കയറിയിരിക്കുന്നത് അല്ലേ? അതെ 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 തീർച്ചയായിട്ടുമാണ്. ചൂട് വളരെ കൂടുതലാണ്. നമ്മൾ പറയുന്നുണ്ട് ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇവര് തണുത്ത സ്ഥലങ്ങൾ നോക്കി തന്നെയാണ് പോകുന്നത്. ഒരു സന്ദർഭത്തിലാണ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഒരു മുൻകൂട്ടി കണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രഥമ ശുശ്രൂഷയ്ക്ക് അന്ന് മുതലേ തുടങ്ങേണ്ടതല്ലേ? കാരണം പല സ്ഥലങ്ങളിലും ഈ വീടുകൾ നിർമ്മിക്കുന്നതൊക്കെ ഇതുപോലെ പാമ്പുകളുടെ താവളമായിരുന്ന ഇടത്തിലൊക്കെ ആയിരിക്കാം ഈ കോൺക്രീറ്റ് ഒക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും കുറെ കാലങ്ങൾ കഴിയുമ്പം ഇവ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം അതൊക്കെ തന്നെയായിരിക്കും ഈ പാമ്പ് ഇങ്ങനെ വർദ്ധിക്കാൻ അല്ലെങ്കിൽ ഈ വീടുകളിലൊക്കെ കയറുന്നത് സ്ഥിര സംഭവമാകുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പാമ്പുകൾ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഭൂമിയിൽ ഉണ്ടായ ജീവികളല്ല. ഇവര് കാലാകാലങ്ങളായി ഭൂമിയിൽ തന്നെ ഉള്ള ജീവികളാണ്. അതുപോലെ തന്നെ ഇവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും പാമ്പുകളുണ്ട്. നമ്മൾ ജീവിക്കുന്നിടത്ത് എല്ലാം പാമ്പുകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷെ അവര് എന്തുവാണ് അത്തരം അവർക്ക് ജീവിക്കാൻ അത്രയും അനുകൂലമായ സാഹചര്യങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നോക്കിയിട്ട് നമുക്ക് വീടുകൾ വെക്കാനോ ആ രീതിയിൽ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവര് വരാതിരിക്കാൻ നമുക്ക് ഉറപ്പായിട്ടും മനുഷ്യർക്ക് സൂക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. പക്ഷെ ആ ഒരു ശ്രദ്ധ എത്രത്തോളം ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഭീകരത അത്രത്തോളം ആ രീതിയിൽ തന്നെ മനുഷ്യർ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്ത് തന്നെയാണ് അതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിക്കേണ്ടത്. വീടും പരിസരവും വൃത്തിയാക്കിയിടുക, നനവുള്ള ഭാഗങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ചെടിച്ചട്ടിയിൽ നിന്ന് പാമ്പ് ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീടിനോട് ചേർന്ന് വള്ളിപ്പടപ്പുകളും ചെടികളും നടുന്നതും വളർന്നു വീഴുന്നതും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെല്ലാം പാമ്പ് ഇരിക്കാനുള്ള സാഹചര്യമാണ്. വീടിനകത്തു നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന പൈപ്പുകളെല്ലാം വെള്ളം പോകാൻ മാത്രമായി നെറ്റ് വെച്ച് ക്ലോസ് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. വീടിനുള്ളിൽ കട്ടിൽ, മെത്ത, ഫ്രിഡ്ജ്, തണുത്ത സ്ഥലങ്ങൾ മുതലായ സ്ഥലങ്ങൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കട്ടിലൊക്കെ കിടക്കുമ്പോൾ കൃത്യമായി പരിശോധിക്കണം. ചുവരിനോട് ചേർത്ത് കട്ടിൽ ഇടരുത്. കുറച്ച് നീക്കി വേണം ഇടാൻ. മെത്തയൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ രാത്രി കിടത്താനുള്ളത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ പൂച്ചയൊക്കെ പാമ്പിനെ പിടിക്കുന്ന വീഡിയോ ഒക്കെ വലിയ തരത്തിൽ വൈറലാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വലിയ ദോഷം തന്നെയല്ലേ? ഈ പൂച്ച പിടിച്ച പാമ്പുകളെ വീടുകളിലേക്കാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അതൊക്കെ ആളുകൾ ആഘോഷിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. അതൊക്കെ ഭയങ്കര ഡേഞ്ചർ അല്ലേ?
വളർത്തുമൃഗങ്ങൾക്ക് ബൈറ്റ് ഉണ്ടായാലും അവര് ആന്റിവെനം ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെങ്കിൽ മരിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ടാവാറുണ്ട്. പക്ഷേ പൂച്ചയും പട്ടിയും കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് നമുക്ക് കാണിച്ചു തരും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ പട്ടിയൊക്കെ ആണെങ്കിൽ സ്നിഫർ ഡോഗ് പോലെയുള്ള നായ്ക്കളാണെങ്കിൽ ശരിക്കും പാമ്പിനെ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ ഇവര് നോക്കി മണത്ത് നമുക്ക് കണ്ടുപിടിച്ച് തരും, അവർക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂച്ചയ്ക്ക് പാമ്പിനെ ഭയമില്ല എന്നുള്ളതാണ്. പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കൊല്ലാറുണ്ട്. പക്ഷേ ചില പൂച്ചകള് അത് പാമ്പിനെ മാത്രമല്ല, ഇപ്പോൾ എലിയായാലും പല്ലിയായാലും നമുക്ക് പൂച്ചയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഇത് കുറച്ച് സമയം അതിനായിട്ട് ഇങ്ങനെ തട്ടി കളിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ജീവി അവശ നിലയിലാവുമ്പോഴാണ് ഇത് കടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിനുള്ളിലേക്ക് ഇത് കൊണ്ടുവയ്ക്കാനുള്ള സാഹചര്യവും ഉണ്ട്. അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അങ്ങനെ എടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുവയ്ക്കുകയും ചെയ്യാം. കടിച്ചു കൊല്ലുന്ന സാഹചര്യവും ഉണ്ട്. നമുക്ക് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത്തരത്തില് വീടിനുള്ളിൽ എടുത്തുകൊണ്ട് വയ്ക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.